ശ്രീ പി സി ജോർജ്, ഈ നവകേരള ധൂർത്ത് തന്നെയാണ് വീണ്ടും വിഷയമായി വന്നിരിക്കുന്നത്. ഇതിന്റെ ബ്രോഷറും ക്ഷണക്കത്തുകളും ആകെ അച്ചടിക്കാനായി ചെലവഴിച്ചത് 10 കോടി രൂപയാണ്. ഇതിലെ ആദ്യ ഗഡു അനുവദിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം പലയിടത്ത് പല കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും മുടങ്ങുന്നതിനിടയിലാണ് എന്നതാണ് ഈ വാർത്തയുടെ പ്രസക്തി. എനിക്ക് ഇതിലൊക്കെ അല്പം തോന്നി. അല്ല, ജനം ടി വി നിങ്ങൾ ചാനൽ ചർച്ച ചെയ്യുന്ന എനിക്ക് സന്തോഷം. എന്നാ ജനം അറിഞ്ഞിട്ടുള്ളവരും ഒന്നുകൂടെ അറിഞ്ഞോട്ടെ. പക്ഷെ വേറൊരു വലിയ രസം എന്താന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി അവിടെ പോയി, അയാൾ എങ്ങോട്ട് അയാളും ഭാര്യയും മകളും മകളെ മകനും റിയാസും എല്ലാം കൂടെ സ്ഥലം വിട്ടിരിക്കുക. 15 ദിവസത്തേക്ക് കേരളത്തിലില്ല. മനസ്സിലായോ? അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം. എന്തിനെങ്കിലും പോയി, ആരുടെ പറഞ്ഞിട്ട് പോയി, എന്തിനു പോയി, ആർക്കും അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് ആണ് കൊടുത്ത വ്യക്തിപരമായ കാര്യത്തിൽ പോകുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഒരു മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്തു. അയാൾ എന്തിനു പോയി? അയാള് ഏതെല്ലാം രാജ്യങ്ങളിൽ പോകുന്നുണ്ട്? അറേബ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയല്ലേ പോകുന്നത്? എന്താണ് ഉദ്ദേശം? അതായത് കേരളത്തിൽ നിന്ന് കൊള്ളയടിച്ച് ആ കാശ്മീരിൽ ഉണ്ടാക്കി വെച്ചിട്ട് കോടാനുകോടി രൂപ അത് മുഴുവൻ നോട്ടായിട്ട് ഇവിടെ സൂക്ഷിക്കാൻ കഴിയില്ല. ഇ ഡി പിടുത്തം വീഴും, അല്ലെ NIA പിടുത്തം വീഴും. അതുകൊണ്ട് ഇത് മുഴുവൻ കൊണ്ടുപോയി അറേബ്യൻ രാജ്യത്ത് കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. അറേബ്യൻ രാജ്യത്താണ് ഇതിന്റെ എല്ലാം കച്ചവടം നടക്കുന്നത്. അതിന് കൂട്ടുനിൽക്കാൻ നമ്മുടെ ഫാരിസ് അബൂബക്കറും പിന്നെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ട്. പി സി ജോർജ് പൊതുമരാമത്ത് മന്ത്രിയും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. മാത്രമല്ല സ്വകാര്യ സന്ദർശനം എന്നാണ് വിശദീകരണം നൽകിയത്. ഞാൻ പറഞ്ഞല്ലേ, സ്വകാര്യ അല്ലാതെ കാര്യം പറയണ്ടേ. സ്വകാര്യ സന്ദർശനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനു പോയി എന്ന് പറയണ്ടാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അതാണ് രാജിവെച്ച ചീപ്പണിക്ക് പോകണം സ്വകാര്യ സന്ദർശനത്തിന്. 15 ദിവസത്തേക്ക് സ്റ്റേറ്റിലില്ല. മനസ്സിലാക്കേണ്ട കാര്യമുണ്ടല്ലോ, 4,50,000 കോടിയായിരുന്ന് 5,56,000 കോടി രൂപ കടത്തിലായിരിക്കുകയാണ് കേരളം. ആ കടക്കണിലായിരിക്കും കേരളത്തിൽ നിന്നാണ് ഇങ്ങനെ വൃത്തികേട് നടത്തുന്നത്. അവിടെ നവകേരള സദസ്സിന്റെ ബസ് കണ്ടില്ലേ? ആ ബസ്സിന്റെ കോലം കണ്ടല്ലോ. എത്ര കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ ബസ്സാണ് അത്? അതിപ്പോ ട്രിപ്പ് അതിന്റെ ഐശ്വര്യം നോക്കിയാൽ ട്രിപ്പ് ആദ്യത്തെ ട്രിപ്പിന് തന്നെ അതിന്റെ വാതില് വള്ളി കെട്ടിക്കൊണ്ടുപോകേണ്ടി വന്നു. ഇന്നലെ നോക്കിയപ്പോ അതിന്റെ ബാത്റൂം എല്ലാം കൂടി ഇരിഞ്ഞു വീണു. ഞാൻ പറഞ്ഞ ദൈവശിക്ഷ വരുന്നുണ്ട്, യാതൊരു സംശയം വേണ്ട. ഈ ദൈവശിക്ഷ അത്ര ഭീകരമായിരിക്കും. ഇതെല്ലാം നമുക്ക് കാണാനുള്ള അവസരം കിട്ടും, ഒരു സംശയം വേണ്ട. ഇപ്പോ ഈ ദൂർത്ത് മാത്രമല്ല, ഈ പോക്കും വലിയ ദൂർത്താണ്. ഇതൊക്കെ അന്വേഷണ വിധേയമാക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. പി സി, അത് മാത്രമല്ല, ഇനി ലോക കേരള സദസ്സും കൂടെ ഈ ഒരു വർഷത്തിൽ സംഘടിപ്പിക്കാനിരിക്കുകയാണ്. ആള് സംഘടിപ്പിച്ച് അയാൾ കാണുകയല്ല. അതിന് ഇപ്പഴാണ് താഴെ പോകേണ്ടത്. ധൈര്യമായിട്ടിരിക്കുക. എന്റെ ഉറച്ച വിശ്വാസം അയാൾ താഴെ പോകും തന്നെയാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് മറ്റേ കേസിന് SFIക്ക് കൊടുത്ത് അവരുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിലേക്ക് മൂടൻ ഒരു MLA ഇറങ്ങി ചാടി. പിന്നെ അയാളെപ്പറ്റി വിവരം കേട്ടാൽ അയാളെ വല്ലയിടത്തും കിടന്ന് കടലാസ് കൊണ്ട് കൊടുത്തിട്ട് കോടതി കൊടുത്താൽ പല പറയുന്നുണ്ട്. വിജിലൻസ് കോടതി അയാളെ അടിച്ചില്ലെന്ന് ഓടിച്ചു, കേസും തള്ളിയിച്ച്. ഹൈക്കോടതി രാമചന്ദ്രൻ ജസ്റ്റിസിന് മുമ്പിൽ വന്നു. അത് SFI അന്വേഷിച്ച് പല തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ തെളിവ് വെച്ച് നടപടി സ്വീകരിക്കുന്നതിന് പാരയായിട്ട് കോൺഗ്രസിന്റെ MLA തന്നെ ഒന്ന് ആലോചിച്ച്, കോൺഗ്രസിന്റെ MLA അയാൾ തന്നെ പിണറായി വിജയന് വേണ്ടി കളിക്കുക. അയാള് കള്ളക്കേസ് കൊണ്ടുപോയി ചെല്ലുക കോടതിയിൽ നിന്ന്. അപ്പൊ പിണറായി കേസ് തള്ളുമ്പോൾ പിണറായി മാന്യൻ. ഇത് കൂട്ട് നേറിയ രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസിന്റെ. സഹതാപവും പ്രതിഷേധവും ഉണ്ട്, അത്ര പറയുന്നു.